എല്ലാവർക്കും നമസ്കാരം. പത്തടി അലുവയുടെ 7ാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മീരയുടെ കയ്യിൽ ഒരു താക്കോല് കൊടുത്തിട്ട് യക്ഷയമ്മ പോയി. അപ്പം ഇനി അടുത്ത് എന്താ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഏറെ നേരം കഠിനമായി പരിശ്രമിച്ചപ്പോൾ മാത്രമേ മുറിയുടെ വാതിൽ തുറക്കുവാൻ മീരയ്ക്ക് കഴിഞ്ഞുള്ളൂ. അവളുടെ മനോഹരമായ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ പൊടിച്ചു നിന്നു. കൊച്ചു കൈവിരലുകൾ താക്കോൽ തിരിച്ച് നന്നേ വേദനിച്ചിരുന്നു. ഒടുവിൽ എങ്ങനെയോ അവൾക്ക് ആ വലിയ വാതിൽ തുറക്കാൻ കഴിഞ്ഞു. അപ്പോൾ മീരയുടെ കൈകൾ താമരപ്പൂ പോലെ ചുവന്നു തുടുത്തിരുന്നു. കതകുകൾ ഇരുവശത്തേക്കും തള്ളി തുറന്ന് അവൾ മുറിക്കകത്തേക്ക് നോക്കി. അവൾ ഞെട്ടിപ്പോയി. ഒരു 100 അടി നീളവും അതിനൊത്ത വീതിയുമുള്ള വലിയ മുറിയായിരുന്നു അത്. ആ മുറി നിറയെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള സിംഹാസനങ്ങൾ അങ്ങിങ്ങ് ചിതറിക്കിടന്നിരുന്നു. ഏറെക്കാലമായി വൃത്തിയാക്കാതെ കിടന്നിരുന്നതിനാൽ അവയിലെല്ലാം പൊടിയും അഴുക്കും ചിലന്തി വലയും പടർന്നു കയറിയിരുന്നു. തറ നിറയെ ചപ്പുചവറും പൊടിയും ചിതറിക്കിടന്നിരുന്നു. ആകെ കൂടെ കണ്ടാൽ ശ്വാസം മുട്ടുന്ന തരത്തിലായിരുന്നു ആ മുറിയിലെ ചുറ്റുപാടുകൾ. ഈ കിഴട്ട് തള്ള എന്നെ കൊണ്ട് എന്തിനീ പണികളൊക്കെ ചെയ്യിക്കുന്നു? ഇതിലും ഭേദം ഇവർക്കെന്നെ കൊന്നു തിന്നുന്നതല്ലേ. ദുഷ്ട. മീര മുറിയുടെ മൂലയിലിരുന്ന ചൂലെടുക്കുമ്പോൾ അമർഷത്തോടെ പല്ലുകൾ ഞെരിച്ചു. അതെ അതെ കുട്ടി, അവർ ഒരു ദുഷ്ട സ്ത്രീ തന്നെ, സംശയമില്ല. അല്ലെങ്കിൽ നിന്നോട് മാത്രമല്ല, എന്നോടും അവർ ഇത്ര ക്രൂരത കാട്ടുകയില്ലായിരുന്നു. കുറച്ചു മുന്നേ തൻ്റെ അടുത്തുയർന്ന അതേ ശബ്ദം അതാ വീണ്ടും ഉയർന്നിരിക്കുന്നു. അങ്ങനെ വിചാരിച്ചുകൊണ്ട് മീര പെട്ടെന്ന് ചുറ്റും നോക്കി. പക്ഷേ ശബ്ദമല്ലാതെ ശബ്ദത്തിൻ്റെ ഉടമ ആരാണെന്ന് മനസ്സിലാക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഈ ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ദുഷ്ടത്തിയായ സ്ത്രീ ഈ കോട്ടയിലെ യക്ഷിത്തള്ള തന്നെയാണ് കുട്ടി. നമ്മൾ രണ്ടുപേരും ആ ദുഷ്ടസ്ത്രീയുടെ കൊടും ക്രൂരതയുടെ ഇരകൾ മാത്രമാണ്. എനിക്ക് നിന്നോട് സഹതാപമുണ്ട് മോളെ. ശബ്ദം പിന്നെയും ഉയർന്നപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ തൻ്റെ തൊട്ടടുത്ത് തന്നെ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മീര ഒന്ന് പതറി. നിങ്ങൾ എനിക്ക് 2 തവണ ഭക്ഷണം തന്നു. എൻ്റെ കഠിനാധ്വാനങ്ങൾക്ക് നിങ്ങൾ സഹായിയായി നിന്ന് എന്നെ രക്ഷിച്ചു. ആരാണ് നിങ്ങൾ? നിങ്ങൾ എവിടെയാണ്? പറയൂ. മീര ചുറ്റും നോക്കുന്നതിനിടയിൽ ആരോടൊന്നില്ലാതെ ചോദിച്ചു. ആ ചോദ്യത്തിന് അല്പനേരത്തേക്ക് മറുപടി കിട്ടിയില്ല. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു നേർത്ത ചിരി അവിടെ വ്യാപിച്ചു. ശബ്ദത്തിൽ നേരിയ ഇടർച്ച പരന്നിരുന്നത് മീരമോൾ ശ്രദ്ധിച്ചു. അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വീണ്ടും വികസിച്ചു. ഒട്ടുനേരം നിശബ്ദയായിരിക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. പെട്ടെന്ന് ധൈര്യം സമ്പാദിച്ച് മീരമോൾ സംസാരിച്ചു. നിങ്ങൾ ആരാണെന്നും എവിടെ നിന്നാണ് സംസാരിക്കുന്നതെന്നുമായിരുന്നു എനിക്കിതുവരെ ഉണ്ടായിരുന്ന സംശയം. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടെ എൻ്റെ മനസ്സിൽ സംശയമായി വരുന്നു. നിങ്ങൾ ഈ കോട്ടയ്ക്കകത്ത് തടവുകാരനാണെന്നോ? എങ്ങനെ നിങ്ങൾ തടവുകാരനായി? നിങ്ങൾ മനുഷ്യപ്പറ്റുള്ള ഒരാളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ എനിക്ക് നേരിൽ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അത്രയും പറഞ്ഞിട്ട് അവൾ ചുറ്റും നോക്കി. ആരും അടുത്തുള്ളതായി അവൾക്ക് തോന്നിയില്ല. ആദ്യം തോന്നിയ സംഭ്രമം അപ്പോൾ അവളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറിയിരുന്നു. അതുകൊണ്ടുണ്ടായ ധൈര്യം കൊണ്ട് തന്നെ മീര അദൃശ്യ രൂപത്തോട് ചോദിച്ചു. നിങ്ങൾ എവിടെയോ മറഞ്ഞിരുന്നു കൊണ്ടാണല്ലോ എന്നോട് സംസാരിക്കുന്നത്. പോരെങ്കിൽ നിങ്ങൾ എനിക്ക് പലതവണ ഭക്ഷണവും തന്ന് സഹായിച്ചു. അത്തരം സിദ്ധികളുള്ള നിങ്ങൾക്ക് ഈ യക്ഷിക്കോട്ടയിലെ തടവറയിൽ നിന്ന് എളുപ്പം രക്ഷപ്പെട്ടുകൂടെ? പോരെങ്കിൽ നിങ്ങളൊരു പുരുഷനുമാണല്ലോ. പെട്ടെന്നായിരുന്നു മറുപടി. നീ മിടുക്കി തന്നെ പെൺകുട്ടി. നീ യുക്തിയോടെ ചിന്തിക്കുന്നു. എന്നെക്കുറിച്ച് നിനക്ക് ആദ്യം തോന്നിയ ഭയം നിന്നെ വിട്ടുപോയത് കണ്ടപ്പോൾ തന്നെ നീ ബുദ്ധിമതിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ നിന്റെ ബുദ്ധി നേരെ സഞ്ചരിക്കാനും തുടങ്ങിയിരിക്കുന്നു. എനിക്ക് സന്തോഷമുണ്ട്. നിനക്ക് ഈ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്റെ ബുദ്ധി ഒന്നുകൊണ്ട് തന്നെ കഴിയുമെന്ന് തോന്നുന്നു. ശരി, ഞാൻ നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരാം. അതിനു മുമ്പ് ആ യക്ഷിത്തള്ള നിനക്ക് തന്ന ജോലി പൂർത്തിയാക്കണ്ടേ? അത് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഇടവേളയിൽ ഞാൻ നിനക്ക് എൻ്റെ കഥ പറഞ്ഞുതരാം. മീരയുടെ കണ്ണുകൾ ആ വലിയ മുറിയാകെ ഓടി നടന്നു. ഈ മുറി മുഴുവൻ വൃത്തിയാക്കിയിട്ട് കിട്ടുന്ന ഇടവേളയിൽ താങ്കളുടെ കഥ എന്നെ പറഞ്ഞ് കേൾപ്പിക്കുമെന്നോ? അവൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് വീണ്ടും ചോദിച്ചു. അതിന് ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ കിട്ടിയാൽ പോലും എനിക്ക് തികയുമെന്ന് തോന്നില്ല. പിന്നല്ലേ ഒരിടവേള? താങ്കൾ നല്ല ഫലിതമാണല്ലോ പറയുന്നത്. വീണ്ടും അന്തരീക്ഷത്തിൽ നേർത്ത ചിരിയുടെ ധ്വനി മുഴങ്ങി.
നിനക്ക് ജോലി കഴിഞ്ഞ് ധാരാളം വിശ്രമ സമയം കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ പൊടി പിടിച്ച് ഒരു കസേര നിവർത്തി വെച്ചിട്ട് നീ അതിലെ പൊടി ഒന്ന് തട്ടിക്കളയുക. വർത്തമാനം നമുക്ക് പിന്നെ തുടരാം. വേഗമാകട്ടെ. ശബ്ദം മീരയ്ക്കൊരു നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്തത്. അവൾ ആ മുറിയിൽ തട്ടിമറിഞ്ഞു കിടന്നിരുന്ന കസേരകളിൽ ഒന്ന് പതിയെ ഉയർത്തി നേരെ വച്ചു. പുറത്തുനിന്നും എപ്പോഴോ വീശി വന്ന ചെറുകാറ്റിൽ അതിൻ്റെ പുറത്ത് പറ്റിപ്പിടിച്ചിരുന്ന പൊടി പറന്ന് ചുറ്റും പുകവലയം സൃഷ്ടിച്ചു. മീര ചൂലെടുത്ത് കസേരയിൽ ശക്തിയായി അടിച്ചു. അതിൽ പറ്റിയിരുന്ന പുകപടലം പതുക്കെ പറന്നകലാൻ തുടങ്ങി. ചില നിമിഷങ്ങൾക്കകം അവൾ ആ കസേര നന്നായി തുടച്ച് വൃത്തിയാക്കി നിവർന്നു നിന്നു. അടുത്ത കസേരയുടെ അടുത്തേക്ക് ചൂലുമായി ചെന്ന മീര അവിടെ കണ്ട കാഴ്ചയിൽ വല്ലാതെ അമ്പരക്കുക തന്നെ ചെയ്തു. ആ മുറിയിലുണ്ടായിരുന്ന മറ്റ് കസേരകളിലെ പൊടിപടലങ്ങളെല്ലാം ആരോ തോത്തു തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, വൃത്തിയായും ചിട്ടയായും ആ മുറിക്കകത്ത് അവ നിരത്തുകയും ചെയ്തിരിക്കുന്നു. അത്ഭുതപ്പെടാതെ എന്തു ചെയ്യും? ആ വലിയ മുറിയിൽ കൂമ്പാരം കൂടിക്കിടന്നിരുന്ന ചപ്പുചവറുകളും എവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നു. ഒരു രാജസദസ്സിൻ്റെ പ്രൗഢിയും മേന്മയും ആ മുറിക്ക് കൈവന്നു കഴിഞ്ഞിരിക്കുന്നു. മീരയ്ക്ക് അത്ഭുതം കൊണ്ട് ഒന്നും മിണ്ടാൻ വയ്യാതെയായി. ചില നിമിഷങ്ങൾ അവൾ മുറിയാകെ നോക്കി അതിശയം കൂർന്നിരുന്നു. ഒടുവിൽ അവൾ പറഞ്ഞു, ഇതാ, വീണ്ടും താങ്കൾ എന്നെ സഹായിച്ചിരിക്കുന്നു. താങ്കൾ എന്നോട് കരുണ കാണിച്ചിരിക്കുന്നു. പറയൂ, പറയൂ, താങ്കൾ ആരാണ്? താങ്കളെ എനിക്ക് നേരിട്ട് കാണാൻ കൊതിയായി. എൻ്റെ ആഗ്രഹം നിറവേറ്റിത്തരും മട്ടിൽ എൻ്റെ മുന്നിൽ ദയവായി പ്രത്യക്ഷപ്പെടൂ. ഇതെൻ്റെ അപേക്ഷയാണ്. അവളുടെ വാക്കുകൾ അവസാനിക്കാറായപ്പോൾ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. അതിനു മാത്രം ഇപ്പോൾ കഴിയില്ല കുട്ടി. നിന്നോട് എനിക്ക് സംസാരിക്കാം, നിന്നെ സഹായിക്കാം. പക്ഷേ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ മാത്രം എനിക്ക് ശക്തിയില്ല. ഞാൻ അത്രമാത്രം കടുത്ത ബന്ധനത്തിലാണ് ഈ കോട്ടയിൽ കഴിയുന്നത്. അതിനുള്ള കൽപ്പ് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിന്നെ രക്ഷപ്പെടാൻ സഹായിക്കുമായിരുന്നു. മീരയ്ക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവളുടെ മൗനം ശബ്ദത്തിൻ്റെ ഉടമയെ വേദനിപ്പിച്ചു എന്ന് വ്യക്തം. അയാളുടെ ശബ്ദമുയർന്നു. നീ ആദ്യം എൻ്റെ കഥ കേൾക്കാൻ കൊതിച്ചിരുന്നുവല്ലോ. ഞാൻ ആ കഥ നിന്നോട് പറയാം. യക്ഷിത്തള്ള ഈ മുറിയിലേക്ക് വരും മുമ്പ് ഞാൻ നിനക്ക് ആ കഥ പറഞ്ഞു തരാം. അതിനുള്ള ഇടവേള നമുക്ക് കിട്ടിയാൽ നന്നായിരുന്നു. മീര മുഖമുയർത്തി. അപ്പം നമ്മുടെ ശബ്ദത്തിൻ്റെ ഉടമ മീരയോട് കഥ പറയാണ്. ആ കഥ എന്താണെന്ന് നമുക്കടുത്ത പാർട്ടിൽ നോക്കാം.